ഇതിപ്പോൾ നമ്മുടെ വാട്ടർ ഹീറ്ററിൻ്റെ ഉള്ളിൽ കറണ്ട് ബില്ല് വല്ലാതെ കൂടി. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അറിയാനായിട്ട് എൻ്റെ അടുത്ത് കറണ്ട് ഓഫീസിലൊക്കെ ചെന്ന് പൈസ ബില്ലടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതെന്താണ് ഇത്ര പേർക്ക് കറണ്ട് ബില്ല് കൂടാനുള്ള കാരണം. ഇതിൻ്റെ പകുതിയിലും വരെ ഞാൻ പുറത്തു കൊണ്ട് കളഞ്ഞു. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ കോയിൽ ഇത്രയും ഹൈറ്റ് വരുന്നത്. ഇത് 80 ലിറ്ററിൻ്റെ ഇതാണ്. ഇവിടെ നിന്ന് തുടങ്ങി ഇത്രയും പോർഷൻ, അതായത് പകുതിയിൽ മേലെ ഈ കൽക്കാരം നിറഞ്ഞിരിക്കണം. ഇത് പകുതി ഉള്ളൂ, ഇതിൽ നിറഞ്ഞിട്ട് കൊണ്ട് കളന്താ. ഇത്രയും ഭാഗം നിറഞ്ഞ് നിൽക്കണ സമയത്ത് കണ്ടോ, ഇത് ഫുള്ളായിരുന്നു കോയിൽ മൊത്തം. അപ്പോൾ ഈ കോയിൽ മൊത്തം ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും പകുതിയിൽ ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് വാട്ടർ ഹീറ്റർ ഉള്ളൂ. ഇത് എൻ്റെ ഒരു ജസ്റ്റ് ഒരു അറിവ് കിട്ടിയപ്പോൾ ഞാനത് പറയും. നമുക്ക് ആ നാട്ടിൽ ഇത്രയും പേർക്ക് വാട്ടർ ഉപയോഗിച്ച് പരിചയമൊന്നുമില്ലല്ലോ. പക്ഷേ നമ്മുടെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മിത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാധനമാണ് ഓരോ വീട്ടിലും. ഇപ്പോൾ യൂറോപ്പിൽ നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ സിസിലിയിലാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള വെള്ളങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് വരുന്ന വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതിൽ കൽക്കാരം എന്നുള്ള സാധനമുണ്ട്. കൽക്കാരം ഇതാണ് കേട്ടോ, ഇതാണ് കൽക്കാരം. ഇതല്ലാണ്ട് വേറെ അഴുക്കൊന്നുമല്ല. കാൽസ്യം കാർബണേറ്റിനുള്ള കാൽസ്യം തോന്നും. ഇനി കൂടുതൽ അറിവുള്ളവർക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ വീണിട്ട് അടഞ്ഞു കിടന്ന് ഈ വാട്ടർ ഹീറ്റർ മൊത്തം ബ്ലോക്കായി. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചത്. കറണ്ട് ബില്ല് വരുന്നത് 350 യൂറോന് ഏറ്റവും ടോപ്പ് വന്നത്. എനിക്ക് ഈ വീടിന് വാടക വരുന്നത് 250 രൂപ ഉള്ളൂ. കറണ്ട് ബില്ലാണ് എനിക്ക് ഏറ്റവും ടോപ്പ് വന്നത്. ഇപ്പോൾ ഈ അവസാനം വന്നേക്കുന്നത് 220 യൂറോയാണ് കറണ്ട് ബില്ല്. സാധാരണ ഇത്രയും ചെറിയ വീടുകൾക്കൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 50 യൂറോ 60 യൂറോ വരുള്ളൂ. ആണോ, ഈ കോയിൽ എൻ്റെ കൈയുടെക്കാട്ടും വലുതാണ്. ഇത്രയും ഭാഗം തന്നെ ഏറ്റവും വലിയ നല്ല ഒരു 80 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്ററാണ് ഇത്. അപ്പോൾ മാക്സിമം വീടുകളിൽ ആൾക്കാർ ഇത് റീപ്ലേസ് ചെയ്യാറില്ല, കൊണ്ട് കളയുള്ളൂ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് എല്ലാവരും ഒരു അറിവിനായിട്ട് ഞാനിത് വീഡിയോ സെറ്റ് ചെയ്തതാണ്. കറണ്ട് ബില്ല് എങ്ങനെയാണ് ഇത്രയും പേർക്ക് കൂടണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കും. കാരണം ഇത്രയും കോയിലിൽ ഈ കൽക്കാരം കിടന്ന് ഇത് ചൂടാവാനെടുക്കുന്ന സമയം, ഇത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തണുക്കും. പിന്നെ ഇതും കൂടി ഇതിൻ്റെ ഒപ്പം ചൂടായാൽ മാത്രമേ വെള്ളം ചൂടാവുള്ളൂ. അതാണ്, കാൽസ്യം കൂടി ചൂടായിട്ട് വേണം വെള്ളം ചൂടാവണമെങ്കിൽ. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് ചൂടാവുന്നത്. അതുമാത്രമല്ല ഒരുപാട് പവറും ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇത് 1200 വാട്ട്സാണ് നോർമലി വരുന്ന കോയിലിൻ്റെ അളവ്. അതായത് 1200. നമുക്കൊരു വീടിന് 3000 വാട്ട്സാണ് മാക്സിമം ഉപയോഗിക്കാനുള്ള പെർമിഷൻ സിസിലിയിലും ഇറ്റലിയിലൊക്കെ ഉള്ള. അതൊരു വീട് എന്നുള്ളത്, ചെറിയ വീട് എന്നുള്ളതിൽ. അപ്പോൾ 3000 വാട്ട്സിന് മേലെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ട്രിപ്പാവും. അപ്പോൾ നമ്മൾ ചെറിയ സാധനം ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ, കൽക്കാരം നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ സാധനം കൽക്കാരത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വാട്ട്സ് കൂടുതൽ ഉപയോഗിക്കും. കാരണം ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് ഒരു കോട്ടിങ് വരും, ആവരണം വരും. ഈ സാധനം വർക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ചൂടാവണമെങ്കിലും മാക്സിമം പവർ എടുക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് കാലത്ത് എനിക്ക് തരാൻ പറ്റുന്ന കൂടി ഒരു നല്ല ഇൻഫർമേഷൻ. ആരെങ്കിലും കറണ്ട് ബില്ല് കൂടുതലായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്ടർ ഹീറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഉള്ളു ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തു, നല്ല വൃത്തിയായിട്ടുണ്ട് ഉള്ളൊക്കെ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കോയിൽ ഏകദേശം 15 യൂറോ പുതിയത് വാങ്ങിച്ചു. 1200 വാട്ട്സിൻ്റെ കോയിൽ നമ്മയിൽ സെറ്റ് ചെയ്യണം. ഇതോടുകൂടി വാട്ടർ ഹീറ്റർ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക്നീഷ്യനെ അല്ലെങ്കിൽ വാട്ടർ ഹീറ്ററൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് 1 മാസം നോക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൽക്കാരം ഉണ്ടോ എന്നുള്ള കാര്യം പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. നന്നായിട്ട് ടൈറ്റ് ആണ് അത്. ഓക്കെ, കൽക്കാരത്തിൻ്റെ പ്രശ്നം കൊണ്ട് കറണ്ട് ബില്ല് കൂടാം.